ഹായ്, ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ളൊരു കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനാണ്. ഞാനിന്ന് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയ സമയത്ത് ഒരു മോൾ എന്നെ വിളിച്ചു. സാറേ, മോഡൽ എക്സാമിൻ്റെ മാർക്ക് ഷീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. മാത്സിൽ 70 മാർക്കുണ്ട്. പക്ഷേ മറ്റ് സബ്ജക്റ്റുകളിലൊക്കെ ക്രിസ്മസ് എക്സാമിനേക്കാൾ കുറച്ച് മാർക്ക് കുറവാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ മോളെ, കുഴപ്പമില്ല, അത് നിങ്ങളുടെ പ്രശ്നമൊന്നുമല്ല, കുറേ എക്സാമുകളൊക്കെ അടുപ്പിച്ച് വന്നുകൊണ്ടാണെന്ന് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞ സമയത്ത് തന്നെ ആ മോൾ കരയാൻ തുടങ്ങി. ആ മോൾക്ക് ഇതൊന്നും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. ചോദിച്ചു, എന്തിനാ മോൾ കരയുന്നു ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, പക്ഷേ എനിക്കല്ല സാറേ പ്രശ്നം, എനിക്കതൊക്കെ സഹിക്കാൻ പറ്റും, പക്ഷേ എൻ്റെ പാരൻസ് എന്ത് ചെയ്യുന്നില്ല, സമ്മതിക്കുന്നില്ല. അവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മാർക്ക് കുറഞ്ഞതിന് ഒരുപാട് ചീത്ത പറയാണ്, അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു, ടെൻഷൻ കൂടുകയാണെന്ന് പറഞ്ഞു, പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട പാരൻസ്, ഇങ്ങോട്ട് പറയാനുള്ളത്, നിങ്ങളുടെ മക്കളൊക്കെ അത്രയും കഷ്ടപ്പെട്ട് തന്നെയാണ് ഓരോ മാർക്കും വാങ്ങുന്നത്. ഇതിൽ ചിലപ്പം മിസ്യൂസ് ചെയ്യുന്ന മക്കളൊക്കെ ഉണ്ടാവാം. പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ്, നമ്മുടെ മക്കളെ നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അവർ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് അവർ പഠിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്നിട്ട് നമ്മളവരെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഈ ഒരു സമയത്ത് ദയവേത് അവർ പഠിക്കാത്തതിൻ്റെ പേരിൽ, അവർ പഠിച്ചിട്ട് മാർക്ക് കിട്ടാത്തതിൻ്റെ പേരിൽ നിങ്ങൾ കുറ്റപ്പെടുത്താതിരിക്കുക. കുട്ടികളെ മാനസികമായ മറ്റൊരു സമ്മർദ്ദത്തിലേക്ക് നിങ്ങൾ എത്തിക്കാതിരിക്കുക. കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഒരു യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് പാരൻസ് ചീത്ത പറഞ്ഞതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടായിട്ട് ആത്മഹത്യ ചെയ്യണമെന്ന് വരെ ചിന്തകൾ വന്നു പോയ ഒരുപാട് മക്കളുണ്ട്. അതൊക്കെ ഭയങ്കര റോങ് ആയിട്ടുള്ള ചിന്ത ആണെങ്കിൽ പോലും കുട്ടികളെ മാക്സിമം അത്തരം പ്രഷറിലേക്ക് നമ്മൾ എത്തിക്കാതിരിക്കാനാണ് അത് നമ്മുടെ പാരൻസിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പം അവരൊന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ വേറൊന്നും പറയാനില്ല. മക്കളെ, നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുക്കുക. എൻ്റെ റിസൾട്ട് നിങ്ങൾ എന്തായാലും അവർക്ക് കാണിച്ചു കൊടുക്കണം. ആർക്കാണെങ്കിലും നിങ്ങളെ കളിയാക്കിയവരെ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രഷർ എന്ന ആളുകൾക്കൊക്കെ നിങ്ങളുടെ റിസൾട്ട് വെച്ച് നിങ്ങൾ മധുര പ്രതികാരം കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബൈ.